ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. യൂറോപ്പിന് ഇനി ഭാരതത്തിന്റെ യന്ത്രത്തോക്കുകൾ വമ്പൻ കരാറിൽ ഒപ്പിട്ടു. ന്യൂഡൽഹി. ഭാരതത്തിന്റെ അത്യാധുനിക യന്ത്രത്തോക്കുകൾ ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലും ഗർജിക്കും. യു.പി. കാൺപൂരിലെ സ്മോൾ ആംസ് ഫാക്ടറിയിൽ നിർമ്മിച്ച മെഷീൻ ഗണ്ണുകൾ വാങ്ങാൻ ഒരു യൂറോപ്യൻ കമ്പനിയുമായി ഭാരതം കരാർ ഒപ്പിട്ടു. കമ്പനി ഏതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. മിനിറ്റിൽ 1000 റൗണ്ട് തീർക്കാൻ ശേഷിയുണ്ട്. 11 കിലോ ഭാരം, 1800 മീറ്റർ റേഞ്ച്, 7.62 mm ബോറുള്ള 2000 യന്ത്രത്തോക്കുകൾ 3 വർഷം കൊണ്ട് നൽകണമെന്നാണ് കരാർ. കമ്പനിയുടെ ആവശ്യമനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് തോക്കുകൾ നൽകുക. ഗ്യാസ് ഓപ്പറേറ്റഡ് മെഷീൻ ഗണ്ണുകളാണ് ഇവ. അതിശക്തമായി വെടിവെക്കാൻ ശേഷിയുണ്ട്. മറ്റു ചില യൂറോപ്യൻ കമ്പനികളുമായും ചർച്ചകൾ നടക്കുന്നു. ഈ യന്ത്രത്തോക്കുകൾക്ക് അനവധി സവിശേഷതകളുണ്ട്. വാഹനങ്ങൾ, ടാങ്കുകൾ, വിമാനങ്ങൾ, ബോട്ടുകൾ, കപ്പലുകൾ എന്നിവയിൽ നിന്ന് ഉപയോഗിക്കാം. ട്രൈപോഡിൽ വെച്ചും വെടിയുതിർക്കാം. പൂർണ്ണമായും ഓട്ടോമാറ്റിക്. അടിയന്തര സാഹചര്യങ്ങളിൽ തോളിലും അരയിലും വെച്ച് വെടിയുതിർക്കാം. മീഡിയം റേഞ്ച് ഗണ്ണുകളാണ്. പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിനു സമർപ്പിച്ചു. ന്യൂഡൽഹി. സാങ്കേതിക പുരോഗതിയിലേക്കും സ്വാശ്രയത്തിലേക്കുമുള്ള ഭാരതത്തിന്റെ യാത്രയിൽ നാഴികക്കല്ലായ പരംരുദ്ര കമ്പ്യൂട്ടിംഗ് സിസ്റ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വിവിധ ശാസ്ത്ര എഞ്ചിനീയറിംഗ് മേഖലകളിലെ സങ്കീർണമായ കമ്പ്യൂട്ടേഷൻ വെല്ലുവിളികളെ നേരിടാൻ അത്യാധുനിക സൗകര്യങ്ങളോടെയും ഉയർന്ന പ്രവർത്തനക്ഷമതയോടെയും വികസിപ്പിച്ചെടുത്തവയാണ് പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ. മഹാരാഷ്ട്രയിലെ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി പരംരുദ്ര രാജ്യത്തിന് സമർപ്പിച്ചത്. ഡിജിറ്റൽ യുഗത്തിൽ ആഗോള നേതാവാകുകയെന്ന ഭാരതത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നൂതന കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളുടെ വിന്യാസം ആഗോള സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഭാരതത്തിന്റെ സ്ഥാനം ശക്തമാക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് മേഖലകളിലെ വികസനവും ഗവേഷണവും ത്വരിതപ്പെടുത്താൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ സഹായകമാകും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൊമ്പരമായി അർജുൻ. ഭൗതികദേഹം ഇന്നെത്തിക്കും. ഉള്ളുലച്ച് പൊന്നോമനയ്ക്കായി കാത്തുവെച്ച ആ കുഞ്ഞു ലോറി. ബാംഗ്ലൂരു. ഷിരൂരിലെ ദുരന്തമുഖത്തു നിഴലിക്കുന്നത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ. ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ലെന്ന് അറിയാമെങ്കിലും അർജുന്റെ അവസാന ശേഷിപ്പുകൾക്കായി കാത്തിരുന്ന് കുടുംബം. അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിൽ നിന്നും പൂർണ്ണമായും കരക്കെത്തിച്ചപ്പോൾ സഹോദരൻ അഭിജിത്ത്, ലോറിയുടമ മനാഫ് എന്നിവരുൾപ്പെടെ എല്ലാവരും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ക്യാബിനുള്ളിൽ നിന്ന് മകനായി കരുതി വെച്ച കുഞ്ഞു ലോറിയും ഇന്നലെ പുറത്തെടുത്തു. അർജുൻ ഉപയോഗിച്ചിരുന്ന 2 ഫോണുകൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ബാഗ്, വാച്ച് എന്നിവയും കണ്ടെത്തി. ഗംഗാവലി പുഴയിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ലോറി പൊളിച്ച് പരിശോധിക്കുന്നതിനിടെയാണ് അർജുൻ അവസാനമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. ബുധനാഴ്ച ലോറിയുടെ ക്യാബിനിൽ മൃതദേഹഭാഗം കണ്ടെത്തിയിരുന്നു. ക്യാബിനിൽ നിന്ന് ബാക്കി മൃതദേഹം അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനാണ് ലോറി പൊളിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത്. വീട്ടിൽ മകനോടൊപ്പം കളിച്ച ശേഷം യാത്ര പോകുമ്പോൾ കളിപ്പാട്ടം ലോറി ക്യാബിനിൽ അർജുൻ വെക്കാറുണ്ടായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും ലോറിയിൽ തന്നെ ഉണ്ടായിരുന്നു. DNA ഫലം ഇന്നു വന്നേക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അർജുന്റെ മൃതദേഹം ഇന്നു തന്നെ കോഴിക്കോട്ടെത്തിക്കും. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടുമുറ്റത്താണ് അർജുന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. അർജുൻ പുതുതായി നിർമ്മിച്ച വീടിനോട് ചേർന്ന് സംസ്കരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നതി വിഷൻ പ്ലസ് പദ്ധതി. കോഴിക്കോട്. ഉന്നതി വിഷൻ പ്ലസ് പദ്ധതിയിലേക്ക് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കോഴിക്കോട് ജില്ലയിൽ സ്ഥിര താമസക്കാരായ +2 VHSC പരീക്ഷയിൽ
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ B+ൽ കുറയാത്ത ഗ്രേഡ് വാങ്ങി പാസ്സായവർക്കും ഈ വിഷയങ്ങളിൽ A+ ഗ്രേഡിൽ കുറയാത്ത മാർക്ക് ലഭിച്ചവരായ CBSEക്കാർക്കും A ഗ്രേഡിൽ കുറയാത്ത മാർക്ക് ലഭിച്ചവരായ ICSEക്കാർക്കും അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം ജാതി, വരുമാനം, എൻട്രൻസ് പരിശീലന സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും ബില്ലുകളും പഞ്ചായത്ത് ബ്ലോക്ക് ഓഫീസിൽ നിന്നും ഈ ആനുകൂല്യം ലഭ്യമായിട്ടില്ല എന്ന സാക്ഷ്യപത്രവും +2 മാർക്ക് ലിസ്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം കോഴിക്കോട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഒക്ടോബർ 25 വൈകിട്ട് 5 അപേക്ഷ നൽകണം. ഫോൺ 0495237037 വയനാടിന് പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനവുമായി അമൃത സർവകലാശാല. കൊല്ലം. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് പിന്നാലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തിയും ആഘാതവും മുൻകൂട്ടി കണ്ട് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനവുമായി അമൃത സർവകലാശാല. അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സംഘം വയനാട് ദുരന്ത മേഖലകളായ മേപ്പാടി, പൊഴുതന, വൈത്തിരി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി പഠനം നടത്തിയിരുന്നു. സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ കൂടുതൽ മേഖലകളിൽ അപകട സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് സംവിധാനം അമൃതാനന്ദമയി മഠം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതുവഴി ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ട് ആളുകളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാനും ദുരന്ത നിവാരണത്തിന് കൂടുതൽ കൃത്യത ഉറപ്പാക്കാനും അധികൃതർക്ക് സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം സിക്കിമിലും വടക്ക് കിഴക്കൻ ഹിമാലയ പർവ്വത മേഖലകളിലും പശ്ചിമഘട്ടങ്ങളിലും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അമൃത സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻ ഡയറക്ടറും പ്രോവോസ്റ്റുമായ ഡോക്ടർ മനീഷ വി രമേശ് പറഞ്ഞു. ഉരുൾപൊട്ടൽ മുൻകൂട്ടി കണ്ടെത്താൻ സാധിച്ചതുവഴി നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു. മൂന്നാറിൽ 2009 സ്ഥാപിച്ച മുന്നറിയിപ്പ് സംവിധാനമായ അമൃത ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം സമയോചിതമായി മുന്നറിയിപ്പ് നൽകിയതിനാൽ 2 ആഴ്ച മുൻപ് മൂന്നാറിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് നിരവധി പേരെ മുൻകൂട്ടി രക്ഷിച്ചു. ഉരുൾപൊട്ടൽ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്ന ലോകത്തെ ആദ്യ വയർലെസ് സെൻസർ നെറ്റ്വർക്കാണ് അമൃത സർവകലാശാല ദുരന്ത നിവാരണ ഗവേഷക ശൃംഖല വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ നിർമ്മിതി ബുദ്ധി സന്നിവേശിപ്പിച്ച പതിപ്പാണ് മൂന്നാറിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഒഡീഷ, കർണാടക സംസ്ഥാനങ്ങളുമായും അമൃത ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായും അവർ പറഞ്ഞു. 2017 മുതൽ ഇന്റർനാഷണൽ കൺസോർഷ്യം ഓൺ ലാൻഡ് സ്ലൈഡ് ICL ഉരുൾപൊട്ടൽ പ്രതിരോധത്തിനായുള്ള ഗവേഷണങ്ങളുടെ ലക്ഷ്യപ്രാപ്തി കണക്കിലെടുത്ത് അമൃതയെ ഉരുൾപൊട്ടൽ ചെറുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മികവിന്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാതാ അമൃതാനന്ദമയി മഠം ദുരന്ത ബാധിതരുടെ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഉപജീവന മാർഗം എന്നിവയ്ക്കായി ശ്രമങ്ങൾ തുടരുകയാണ്. 2001 മുതൽ ഭാരതത്തിലുടനീളം സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടവർക്കായുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ മഠം 700 കോടിയിലധികം രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഏഷ്യയിൽ ഏറ്റവും സ്വാധീനമുള്ള രാജ്യം. ജപ്പാനെ പിന്തള്ളി ഭാരതം 3ാമത്. ന്യൂഡൽഹി. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ജപ്പാനെ പിന്തള്ളി ഭാരതം 3ാമതെത്തി. US-ഉം ചൈനയുമാണ് ആദ്യ 2 സ്ഥാനക്കാർ. ഏഷ്യൻ പവർ ഇൻഡെക്സിൽ API 100-ൽ 39.1 പോയിന്റാണ് ഭാരതം നേടിയത്. 5ാം സ്ഥാനത്തായിരുന്നു റഷ്യ. 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ടിമോർ ആദ്യമായി പട്ടികയിൽ ഉൾപ്പെട്ടു. ഓസ്ട്രേലിയയിലെ ലോവ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് API പുറത്തിറക്കിയത്. ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുടെ സ്വാധീനത്തെ അടിസ്ഥാനമാക്കിയുള്ള റാങ്കിംഗ് ആണ് ഏഷ്യൻ പവർ ഇൻഡെക്സ്. 2018 ആദ്യമായി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 27 രാജ്യങ്ങളാണ് പട്ടികയിലേക്ക് പരിഗണിക്കുക. സൈനിക ശേഷി, പ്രതിരോധം,
നയതന്ത്രം, സാംസ്കാരിക സ്വാധീനം തുടങ്ങിയവ മാനദണ്ഡമാക്കിയാണ് റാങ്കിങ്. സ്വച്ഛ് ഭാരത് ജീവിതത്തെ സ്പർശിക്കുന്ന പദ്ധതി. ജോർജ് കുര്യൻ, കൊച്ചി. മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലാണ് സ്വച്ഛ് ഭാരത് പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പട്ടാളപ്പുഴുവിനെ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഉപയോഗിച്ചുള്ള ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 ആവുന്നതോടെ ഭാരതം വികസിത രാജ്യമായി മാറും. ഇത് മുന്നിൽ കണ്ട് വികസനത്തിന്റെ ഉപോൽപ്പന്നമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയ്ക്കാണ് സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ ഭാരത് കാമ്പയിന്റെ ഭാഗമായി പച്ചക്കറി, മത്സ്യ, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. പട്ടാളപ്പുഴുവിന്റെ ലാർവ ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങൾ പ്രോട്ടീൻ ഉറവിടമാക്കി സംസ്കരിച്ചെടുക്കും. മത്സ്യത്തീറ്റ ഉൽപാദനത്തിൽ ഫിഷ് മീലിന് പകരമായി ഇവ ഉപയോഗിക്കാനാകും. കടലിൽ കൃത്രിമ പാരുകൾ ആർട്ടിഫിഷ്യൽ റീഫ് സ്ഥാപിക്കുന്ന പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി വരികയാണ്. മത്സ്യോൽപാദനം കൂട്ടാൻ ഇത് സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ ഡയറക്ടർ ഡോക്ടർ കുൽദീപ് കെ ലാൽ, CMF-RI ഷെൽഫിഷ് ഫിഷറീസ് ഡിവിഷൻ മേധാവി ഡോക്ടർ AP ദിനേശ് ബാബു എന്നിവർ സംസാരിച്ചു. ലെബനനിൽ കരയാക്രമണത്തിന് തയ്യാറെടുത്ത് ഇസ്രായേൽ. ജാഗ്രതാ നിർദ്ദേശവുമായി ഭാരത എംബസി. ന്യൂഡൽഹി. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഭാരതീയർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എംബസി. ലെബനനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ യാത്ര പാടില്ലെന്നും എംബസി അറിയിച്ചു. നേരത്തെ ആഗസ്റ്റ് 1 സമാനമായ ജാഗ്രതാ നിർദ്ദേശം എംബസി പുറപ്പെടുവിച്ചിരുന്നു. ലെബനനിൽ താമസിക്കുന്ന ഭാരതീയരോട് എത്രയും വേഗം രാജ്യം വിടാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. beirut@me.gov.in എന്ന ഇമെയിലിലോ അല്ലെങ്കിൽ 96 17 68 60 12 8 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്നും എംബസി കൂട്ടിച്ചേർത്തു. ടെൽ അവീവ്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. കര ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി അറിയിച്ചു. ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ കനത്തതിന് പിന്നാലെയാണ് ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈനിക മേധാവി രംഗത്തെത്തിയത്. ഹിസ്ബുള്ള എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. ശക്തമായ മറുപടി ഉടനുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലെബനനിൽ കര ആക്രമണം നടത്താൻ തങ്ങൾ ഉടൻ ലക്ഷ്യമിടുന്നില്ലെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ടെൽ അവീവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല മേഖലകളിലേക്കും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ രൂക്ഷമായതിന് പിന്നാലെയാണ് കരയാക്രമണത്തിന് ഇസ്രായേൽ തീരുമാനിക്കുന്നത്. ഇസ്രായേലിന്റെ തെക്കൻ നഗരമായ എലേറ്റിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവിടേക്കുള്ള രണ്ടാമത്തെ ഡ്രോൺ ഇസ്രായേൽ സൈന്യം തടഞ്ഞിരുന്നു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായതോടെ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾ പലായനം തുടങ്ങിയിരുന്നു. ഇതോടെയാണ് തങ്ങളുടെ പൗരന്മാർക്ക് വീടുകളിലേക്ക് മടങ്ങാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ഇതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വടക്കൻ മേഖലയിൽ ഒരു കാരണവശാലും വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സും വ്യക്തമാക്കി. ഭാരതം ആഗോള ലോക്കോമോട്ടീവ് നിർമ്മാണ കേന്ദ്രമാകുന്നു. പട്ന, ബീഹാർ. മർഹോറ പ്ലാന്റിൽ നിന്നുള്ള രാജ്യത്തെ കയറ്റുമതിയിലൂടെ ഭാരതം ചരിത്രത്തിലാദ്യമായി ആഗോള ലോക്കോമോട്ടീവ് നിർമ്മാണ കേന്ദ്രമായി മാറുന്നു. ഭാരത റെയിൽവേയുടെയും വാപ്ടെക്കിന്റെയും സംയുക്ത സംരംഭമായ
വാപ്ടെക് ലോക്കോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് ആഫ്രിക്കയിലേക്ക് ലോക്കോമോട്ടീവുകൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ആഗോള ഉപഭോക്താക്കൾക്ക് ES43 ACMI ലോക്കോമോട്ടീവുകൾ നൽകുകയാണ് ലക്ഷ്യം. 4500 HP എവല്യൂഷൻ സീരീസ് എഞ്ചിൻ ഉൾക്കൊള്ളുന്ന ഒരു ലോക്കോമോട്ടീവാണ് ES43 ACMI. അടുത്ത വർഷം മുതൽ മഹോറ പ്ലാന്റ് ഈ ലോക്കോമോട്ടീവുകൾ കയറ്റുമതി ചെയ്യും. ആത്മനിർഭർ ഭാരതിന് കീഴിലുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്നീ സംരംഭങ്ങളുടെ ഭാഗമായാണ് പദ്ധതി. ആഗോളതലത്തിൽ സ്റ്റാൻഡേർഡ് ഗേജ് ലോക്കോമോട്ടീവുകൾ കയറ്റുമതി ചെയ്യുന്നതിനും പ്രാദേശിക വിതരണക്കാരെ സുശക്തരാക്കുന്നതിനും ദീർഘകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതി മർഹോറ പ്ലാന്റിനെ പ്രാപ്തമാക്കും. സൈനികരിൽ അഭിമാനം. രാഷ്ട്രപതി സിയാച്ചിനിൽ. ന്യൂഡൽഹി. രാഷ്ട്രപതി ദ്രൗപദി മുർമു സിയാച്ചിൻ സന്ദർശിച്ചു. സിയാച്ചിനിലെ ബേസ് ക്യാമ്പിൽ എത്തിയ അവർ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സിയാച്ചിൻ മഞ്ഞുമലകളിൽ 1984 ഏപ്രിൽ 13 ഓപ്പറേഷൻ മേഘദൂത് ആരംഭിച്ച ശേഷം അവിടെ വീരമൃത്യു വരിച്ചവർക്കുള്ള സ്മാരകമാണിത്. രാഷ്ട്രപതി സൈനികരെ അഭിസംബോധന ചെയ്തു. സൈനികരുടെ ത്യാഗത്തെയും ധൈര്യത്തെയും അഭിനന്ദിച്ച അവർ സൈനികരെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞു. കഠിനമായ കാലാവസ്ഥയെയും സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടാണ് അവർ സിയാച്ചിൽ മഞ്ഞുമലയും രാജ്യത്തെ തന്നെയും കാക്കുന്നത്. മഞ്ഞുവീഴ്ചയും -50 തണുപ്പുമാണ് അവർ സഹിക്കുന്നത്. മുഴുവൻ ഭാരതീയർക്കും സൈനികരോട് അങ്ങേയറ്റത്തെ അഭിമാനവും ബഹുമാനവുമാണ് ഉള്ളത്, അവർ പറഞ്ഞു. കായികം. കാൺപൂർ ടെസ്റ്റ് ഇന്നു മുതൽ. ആശങ്കയില്ലാതെ ഭാരതം. പരമ്പര സമനിലയിലാക്കാൻ ബംഗ്ലാദേശ്. കാൺപൂർ. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആശങ്കയില്ലാതെ ഭാരതം ഇന്ന് കാൺപൂരിൽ രണ്ടാം പോരാട്ടത്തിനിറങ്ങും. 2 മത്സരങ്ങളിൽ ആദ്യത്തേത് ജയിച്ച് പരമ്പര കൈവിടില്ലെന്ന് ഉറപ്പാക്കിയിരിക്കെയാണ് ഭാരതം. ഇന്ന് തുടങ്ങുന്ന രണ്ടാം ടെസ്റ്റ് ജയിക്കാനായാൽ പരമ്പര സമനിലയിലാക്കാം എന്ന ആത്മവിശ്വാസം ബംഗ്ലാദേശിനുമുണ്ട്. പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ 2 മത്സര ടെസ്റ്റ് പരമ്പര 2-ന് നേടിയ വമ്പുമായാണ് ബംഗ്ലാദേശ് ഭാരതത്തിലെത്തിയത്. ചെന്നൈയിലെ ആദ്യ ടെസ്റ്റിൽ ഭാരതത്തെ 6-ന് 144 റൺസിലെത്തിച്ച് പ്രതിസന്ധിയിലാക്കും വരെ അവർ വിജയിച്ചിരുന്നു. അവിടെ നിന്നും ഭാരത ബാറ്റിംഗിലെ ബിലോ മിഡിൽ ഓർഡറിന്റെ കരുത്ത് അറിയിച്ച് രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് നയിച്ചത് ടെസ്റ്റ് വിജയത്തിലേക്കാണ്. ഓൾറൗണ്ട് മികവിലുള്ള വിജയമാണ് ബംഗ്ലാദേശിനെതിരെ ഭാരതം നേടിയത്. മുൻനിര ബാറ്റർമാരായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും മൊത്തത്തിലുള്ള സംഭാവന വെറും 34 റൺസായിരുന്നു. എന്നിട്ടും 2 ഇന്നിംഗ്സുകളിലായി 3 പേർ സെഞ്ചുറി നേടിയും 2 പേർ അർദ്ധ സെഞ്ചുറി നേടിയും ഭാരത ഇന്നിംഗ്സ് ശക്തമാക്കി. ബൗളിംഗ് നിരയും പിച്ചിന്റെ ഗതി നിർണയിച്ച് തീപ്പന്തുകളെറിഞ്ഞു. ആദ്യ ഇന്നിംഗ്സിൽ പേസർമാർ 8 ബംഗ്ലോ വിക്കറ്റുകൾ നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ദൗത്യം സ്പിന്നർമാർ ഗംഭീരമായി നിർവഹിച്ചു. അപ്പോഴേക്കും ചെപ്പോക്കിലെ പിച്ച് സ്പിന്നിന് അനുകൂലമായി തിരിഞ്ഞിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ 9 വിക്കറ്റുകളാണ് ഭാരത സ്പിന്നർമാർ വീഴ്ത്തിയത്. കാൺപൂരിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിന് കാര്യമത്ര എളുപ്പമല്ല. പൊതുവിൽ ഹോം ഗ്രൗണ്ടുകളിൽ എത്ര വലിയ വമ്പന്മാരെയും കീഴ്പ്പെടുത്താനുള്ള ശേഷി ഭാരതത്തിനുണ്ട്. അത് നിലനിർത്താൻ കാൺപൂരിലും ഭാരതത്തിനും സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കാൺപൂരിലെ പിച്ച് ആദ്യ ദിനം പേസർമാർക്ക് അനുകൂലമായിരിക്കും. അവസാന 2 ദിവസം സ്പിന്നിന് അനുകൂലമായി രൂപാന്തരപ്പെടും. മഴ പെയ്താൽ പിച്ച് ബൗളിങ്ങിന് അനുകൂലമായി മാറും. അത് ടോസ് നിർണായകമാകുന്ന സാഹചര്യത്തിന് വഴിതെളിക്കും. ആദ്യ ടെസ്റ്റിൽ കളിച്ച ഭാരത ടീമിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും ഇന്നത്തെ മത്സരത്തിന് ഉണ്ടാകാൻ ഇടയില്ല. പേസ് ബൗളർ ആകാശ് ദീപിനെ മാറ്റി 3 സ്പിന്നർമാരെ ഇറക്കിയേക്കും. കുൽദീപ് യാദവിനോ അക്ഷർ പട്ടേലിനോ ആയിരിക്കും അവസരം ലഭിക്കുക.
സ്കൂൾ കായികമേള ലോഗോ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം. കേരള സ്കൂൾ കായികമേള കൊച്ചി 24ന്റെ ലോഗോ പ്രകാശനവും ഭാഗ്യചിഹ്നത്തിന്റെ പ്രകാശനവും മന്ത്രിമാരായ പി രാജീവും വി ശിവൻകുട്ടിയും ചേർന്ന് നിർവഹിച്ചു. മേളയുടെ ഭാഗ്യചിഹ്നം അണ്ണാറക്കണ്ണൻ തക്കുടു ആണ്. നവംബർ 4 മുതൽ 11 വരെ കൊച്ചിയിലെ 19 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 4 വൈകിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം ആരംഭിക്കുന്നത്. സമാപനം 11 മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. മേളയിൽ 20 തെരഞ്ഞെടുത്ത 50 സ്കൂളുകളിൽ കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കും. മുഹമ്മദൻ SCക്ക് ആദ്യ ജയം. ചെന്നൈ. ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ലീഗിലെ കന്നി ജയം സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ വിജയത്തിനരികെ വരെ എത്തിയ ടീം ഇന്നലെ ISLലെ മുൻ ജേതാക്കളായ ചെന്നൈയിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിക്കുകയായിരുന്നു. ചെന്നൈയിനെ അവരുടെ തട്ടകത്തിലാണ് മുഹമ്മദൻ LC തോൽപ്പിച്ചത്. ആദ്യ പകുതിയിൽ കളിക്കിസ ഗായത്രി ക്വാർട്ടറിൽ. മക്കാവോ. ഭാരതത്തിന്റെ പുരുഷ സിംഗിൾസ് ബാഡ്മിന്റൺ താരം കിഡംബി ശ്രീകാന്ത് മക്കാവോ ഓപ്പൺ ക്വാർട്ടറിൽ കടന്നു. വനിതാ ഡബിൾസ് താരങ്ങളായ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുണ്ട്. പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ശ്രീകാന്ത് 6ാം സീഡ് താരമായാണ് മാക്കുവിൽ മത്സരിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആയുഷ് ഷെട്ടിയെ ആണ് ശ്രീകാന്ത് ഇന്നലെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചത്. സ്കോർ 21-13, 21-18. ക്വാർട്ടറിൽ ഹോങ്കോങ് താരം NG കൈ ലോങ് ആൻഡ് ഗുസ് ആണ് ശ്രീകാന്തിന്റെ എതിരാളി. ഇതുവരെ ഇരുവരും ഏറ്റുമുട്ടിയ മത്സരങ്ങളിൽ 4 വീതം ആംഗൻസും ശ്രീകാന്തും ജയിച്ചിട്ടുണ്ട്. വനിതാ ഡബിൾസിൽ ഭാരത താരം ട്രീസ ഗായത്രി സഖ്യം ചൈനീസ് തായ്പോയ് ജോഡികളെയാണ് തോൽപ്പിച്ചത്.